നമസ്കാരം ജയസൂര്യൻ ചേട്ടാ. നമസ്കാരം. ക്രിസ്മസ് ആണെന്ന്. അങ്ങേക്ക് ക്രിസ്മസ് അതെ, ഇന്ന് ആശംസിക്കുന്നു. വലിയൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. നല്ല ദിവസം. തീർച്ചയായിട്ടും. പക്ഷേ നമുക്ക് ഒരു നല്ല വിഷയമല്ല ഇന്നിപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. ഓഹോ. കേരളത്തിലെ സഹകരണ മേഖല വലിയ പ്രതിസന്ധി നേരിടുക. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിക്ഷേപിച്ച പണം സമയത്തിന് മടക്കി ലഭിക്കാത്തത് മൂലം നമ്മുടെ ഇടുക്കിയിൽ സാബു എന്നൊരാൾ ആത്മഹത്യ ചെയ്ത വാർത്തയാണ് 2 ദിവസം മുമ്പ് പുറത്തു വന്നത്. വാസ്തവത്തിൽ കേരളത്തിലെ സഹകരണ മേഖല ഈ പറയുന്നത് പോലൊരു പ്രതിസന്ധിയിലാണോ? നിക്ഷേപകരുടെ പണം മടക്കി ലഭിക്കാതിരിക്കുന്നുണ്ടോ? അതോ ഇത് വെറും രാഷ്ട്രീയമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണോ? എന്താണ് അങ്ങേക്ക് ഇക്കാര്യത്തിൽ എന്താണ് തോന്നുന്നത്? സഹകരണ മേഖലയില് ഒരു സഹകരണ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള പരിചയം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ അല്ല. അതിനേക്കാൾ അതീവ ഗുരുതരമാണ്. അവിടെ ഇവിടെ ഏതാനും ബാങ്കുകൾ പരാജയപ്പെടുന്നു, അല്ലെങ്കിൽ ബാങ്കുകൾ പൊളിയുന്നു, പൊട്ടുന്നു എന്നൊക്കെ വാർത്ത കേൾക്കുമ്പോൾ ആ എന്റെ ബാങ്കിനെ ബാധിക്കില്ല, ഞങ്ങളുടെ നാട്ടിലേക്ക് ഈ പ്രശ്നം വരില്ല എന്നാണ് പലരും ആശ്വസിക്കുന്നത്. 16,226ഓളം സഹകരണ സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ളത്. ഉവ്വ്. സത്യത്തിൽ ഇതിനൊന്നും ബാങ്ക് എന്ന് പേരിടാനുള്ള നിയമപരമായ അവകാശമില്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമായി മലയാളത്തിൽ ഫുൾ പേജ് പരസ്യം, ചിലപ്പോൾ അര പേജ്, ചിലപ്പോൾ 1/4 പേജ് മലയാളത്തിൽ ആ പരസ്യം കൊടുക്കാറുണ്ട്. ഇത് ആ ഇത് ബാങ്കുകളല്ല, ബാങ്ക് എന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന്. പക്ഷെ കേരളം ഭരിക്കുന്ന LDFും UDFും ഇത് ബാങ്കാണ് എന്ന് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്താൻ LDFും ആ UDFും പരസ്പരം മത്സരിക്കുക. കാരണം അവരുടെ രണ്ടുപേരുടെയും കയ്യിൽ ആയിരക്കണക്കിന് ബാങ്കുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അവരതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ നിരാകരിക്കുകയാണ്. ആ ആദ്യമായി നമ്മുടെ നിക്ഷേപകർ മനസ്സിലാക്കേണ്ടത് ഇത് ബാങ്കല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ല. അതെ. അതാണ് ഇന്ന് നിലവിലുള്ള യാഥാർത്ഥ്യം. ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചോട്ടെ? നമ്മുടെ ഈ അങ്ങ് പറഞ്ഞു ഇത് ബാങ്കുകളല്ല എന്ന് പറഞ്ഞു. ശരിയാണ്. റിസർവ് ബാങ്ക് അക്കാര്യത്തിൽ വ്യക്തത കൈവരുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏതാണ്ട് നമ്മുടെ ഈ സഹകരണ മേഖലയിൽ 1,00,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപമുണ്ടെന്നാണ് കേൾക്കുന്നത്. അത് സത്യമാണ്? ആണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഈ സഹകരണ മേഖലയിൽ ഒരു പ്രതിസന്ധി വാസ്തവത്തിൽ ഉണ്ടാകാൻ കാരണമുണ്ട്. ഇത്രയും പണം നമ്മുടെ കൈവശം ഇരിക്കുകയല്ലേ, ഇതിങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഈ പറയുന്ന അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പ്രതിസന്ധിക്ക് കാരണം എന്താണ്? കഴിഞ്ഞ ദിവസം നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രി പറഞ്ഞത്, സഹകരണ നിക്ഷേപ വാരാചരണം മാസാചരണം നടന്നപ്പോൾ 9,000 കോടി രൂപ ലക്ഷ്യം വെച്ചെങ്കിലും 23,000-ൽ പരം കോടി രൂപ പിരിഞ്ഞു കിട്ടി. 250% വിജയമായിരുന്നു. 100% അല്ല, 250% വിജയമായിരുന്നു എന്ന് പറഞ്ഞു. ആ ഈ മേഖലയുമായിട്ടുള്ള പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാം, സഹകരണ വകുപ്പ് മന്ത്രി പറഞ്ഞ 23,000-ൽ പരം കോടി അല്ല പിരിഞ്ഞു കിട്ടിയത്. അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ 1,00,000 കോടി രൂപ എങ്കിലും പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് മന്ത്രി 23,300 എന്ന് പറയാൻ കാരണം? അതിനൊരു കാരണമുണ്ട്. സഹകരണ ബാങ്ക് എന്ന് പറയുന്ന ആ സ്ഥലത്ത് എന്തിനാണ് പണം വരുന്നത്, ആരുടെ പണമാണ് വരുന്നത്? ഉം, ഞാനൊരൊറ്റ ഉദാഹരണം പറയാം. ഒരു ഉം, പഞ്ചായത്തിന്റെ 2 വാർഡുകളിൽ മാത്രം പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള, കേവലം 2,000 അംഗങ്ങൾ മാത്രമുള്ള ഒരു സഹകരണ ബാങ്കിൽ 1,200 കോടി രൂപ നിക്ഷേപം വന്നു. ഓ ഈ 2,000 നിക്ഷേപകരെയും നമുക്ക് നേരിട്ടറിയാം. അതിൽ 1 സെന്റ്, അര സെന്റ്, 1/4 സെന്റ്, 1 സെന്റ് പോലും ഇല്ലാത്ത ഭൂരഹിതൻ, ഏറ്റവും വലിയ സമ്പന്നന് ഒരു 20 ഏക്കർ കാണും. അല്ലെങ്കിൽ വൻ വ്യവസായികൾ, ബിസിനസ്സുകാർ, എക്സ്പോർട്ടർമാർ, ഇവരാരും ഇവിടെ ഇല്ല. ആ എന്നിട്ടും ആ ബാങ്കിൽ 1,200 കോടി രൂപ നിക്ഷേപം വന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ പണമല്ല, മറ്റാരുടെയോ പണം അവിടെ വന്നിട്ടുണ്ട്. ആ എന്നാൽ ആരുടെ പണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം സഹകരണ ബാങ്കിൽ KYC ഇല്ല. ഓഹോ KYC അത് ശരിയാണ്. വേണം എന്ന് ആ, ആ. KYC വേണമെന്ന് കേന്ദ്രം പറഞ്ഞാൽ സൗകര്യമില്ല എന്നാണ് LDFും UDFും പറയുന്നത്. ഇത് കേരളമാണ്, ഇവിടെ ആ പരിപാടി നടക്കില്ല എന്നാണ് പറയുന്നത്.
അതുകൊണ്ടാണ് ഇത്രയധികം 1000 കോടികൾ ഒഴുകി വരാൻ കാരണം. അപ്പോൾ ഇത് സത്യം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കള്ളപ്പണമാണ്. ഇനി കള്ളപ്പണമല്ല എന്നിരിക്കട്ടെ, അങ്ങനെയെങ്കിൽ ഈ നിക്ഷേപകരുടെ പേര് വിവരങ്ങൾ പുറത്തു വിടാത്തത് എന്തുകൊണ്ടാണ്? പേര് വിവരങ്ങൾ പുറത്തു വന്നാൽ അവരുടെ ഇൻകം സോഴ്സ് കാണിക്കേണ്ടി വരും. അതായത് ഇൻകം ടാക്സുകാർ വരും, ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരും, അതുപോലെ GST വരും. ഇവരവരുടെയൊക്കെ മുമ്പിൽ നിങ്ങൾ ആരാണോ എന്ന ചോദ്യത്തിന് മിനിമം പേരും അഡ്രസ്സും കൊടുക്കേണ്ടി വരും. അതുപോലും കൊടുക്കാനില്ല. അപ്പോൾ ഇങ്ങനെയാണ് സഹകരണ ബാങ്കുകളിൽ പണം വരുന്നത്. എല്ലാ സഹകരണ ബാങ്കുകളും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സഹകരണ മേഖലയിൽ പൊങ്ങച്ചം കാണിക്കുന്ന ബാങ്കുകളിലൊക്കെ പണം വരുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇത് വളരെ ഗുരുതരമാണ്. കേരളം ശരിക്കും പറഞ്ഞാൽ സാമ്പത്തിക ആറ്റം ബോംബിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഇത് പൊട്ടിത്തെറിച്ചാൽ അതിഭീകരമായിരിക്കും. അതിന്റെ ഉത്തരവാദിത്വം ഈ മേഖല കൈയാളുന്ന LDFനും UDFനുമായിരിക്കും. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളം പോകും എന്നതിൻ്റെ ഒരു മുന്നറിയിപ്പാണ് അങ്ങ് നൽകിയത്. ഞാൻ ചോദിക്കുന്നത്, ഇത്രയധികം കള്ളപ്പണം കേരളത്തിലുണ്ടെങ്കിൽ വാസ്തവത്തിൽ ഈ പറയുന്നത് പോലെ ഈ നിക്ഷേപകരുടെ പേര് വിവരങ്ങളൊക്കെ വെളിപ്പെടുത്തിയാൽ അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് തന്നെ ചെല്ലും എന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഇത്രയും പണം നമ്മുടെ കൈവശം വന്നിട്ടും എന്തുകൊണ്ട് ഈ നിക്ഷേപകർക്ക് ആവശ്യപ്പെടുന്ന സമയത്ത് കാലാവധി പൂർത്തിയാക്കി അവരാവശ്യപ്പെടുമ്പോൾ ആ പണം കൊടുക്കുന്നില്ല? എന്താണ് അതിന് കാരണം? അതിന് വ്യക്തമായ കാരണമുണ്ട്. ഒരു ബാങ്ക് പൊളിയുന്നതിന് മുമ്പ് 5 ലക്ഷണങ്ങൾ കാണിക്കും. ഞാനിത് നിക്ഷേപകർക്ക് ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ നൽകുകയാണ്. ഇപ്പൊ നമ്മുടെ ഈ ചർച്ച കേൾക്കുന്ന ആരെങ്കിലും സഹകരണ ബാങ്കിൽ പണം ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ വളരെ ശ്രദ്ധിക്കണം. 5 ലക്ഷണങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ 5 കാരണങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിലും, ഈ 5 എണ്ണം ഉണ്ടെങ്കിലും സഹകരണ ബാങ്ക് പൊട്ടും. അതായത് സഹകരണ ബാങ്കിന്റെ ബോർഡ് മെമ്പർമാര് അല്ലെങ്കിൽ പ്രസിഡന്റിന് നടക്കാൻ കാറോ ജീപ്പോ മേടിച്ചിട്ടുണ്ട് എന്നിരിക്കട്ടെ, എന്നിട്ട് ബാങ്കിന്റെ പേരൊക്കെ എഴുതി വെച്ചാൽ നടക്കുന്നെങ്കിൽ ആ ബാങ്ക് പൊട്ടും. ഒരു സംശയവും വേണ്ട, ഇന്നല്ലെങ്കിൽ നാളെ പൊട്ടും. പിന്നെ സഹകരണ ബാങ്കിലേക്ക് കയറി ചെല്ലുമ്പോൾ ബാങ്ക് മൊത്തം AC ചെയ്തിരിക്കുകയാണ്. വളരെ ഗംഭീരമായ സംവിധാനങ്ങൾ, അകത്തൊരു 5 സ്റ്റാർ ഹോട്ടലിന്റെ ഒരു ലോബി പോലെയൊക്കെ തോന്നുമെങ്കിൽ ഉറപ്പാണ് ആ സഹകരണ ബാങ്ക് പൊട്ടും. മൂന്നാമത്തേത്, ഈ സഹകരണ ബാങ്ക് നമ്മുടെ നാട്ടിലെ ഗ്രാമപ്രദേശത്ത് വലിയ ഓഡിറ്റോറിയങ്ങൾ പണിയുന്നു, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പണിയുന്നു, വൻതോതിലുള്ള കെട്ടിട നിർമ്മാണങ്ങൾ നടത്തുന്നുവെങ്കിൽ ആ സഹകരണ ബാങ്ക് പൊട്ടും. ഇനി ഒരു ബ്രാഞ്ചിൽ ഇപ്പൊ 4, 5, 6 ബ്രാഞ്ചുള്ള സഹകരണ ബാങ്ക് ഉണ്ട്. അതിലേതെങ്കിലും ഒരു ബ്രാഞ്ചിൽ 2-ലധികം സ്റ്റാഫിനെ വെച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ. ഈ ബ്രാഞ്ചുകൾ കൂടുതൽ തുറക്കുന്നതും കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും കൂടുതൽ സ്റ്റാഫിനെ തിരികെ കയറ്റാൻ വേണ്ടി. ഒരു ബ്രാഞ്ചിൽ ഒരു 2-ൽ കൂടുതൽ സ്റ്റാഫ് ഉണ്ടെങ്കിൽ ആ ബാങ്ക് പൊട്ടും. അതിന്റെ കാരണം ഞാൻ പറയാം. ഇനി 5-മത്തെ കാരണം, എക്സ്ട്രാ ബാങ്കിങ് ആക്ടിവിറ്റീസ്. അതായത് ബാങ്കിങ് ആക്ടിവിറ്റീസ് അല്ലാതെ ഇപ്പം മെഡിക്കൽ സ്റ്റോർ നടത്തുന്നു, നാട്ടുകാർക്ക് ഇഷ്ടപ്പെടും. വളം വിതരണം ചെയ്യുന്നു, നാട്ടുകാർക്ക് ഇഷ്ടപ്പെടും. അതുപോലെ പലചരക്കട നടക്കുന്നു, സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു, ആശുപത്രി നടത്തുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുമ്പം ആൾക്കാർക്ക് അങ്ങ് ഇഷ്ടപ്പെടും. എന്നിട്ട് നാട്ടുകാരെ സേവിക്കാൻ വേണ്ടിയാന്ന് പറയുകയും ചെയ്യും. സത്യത്തിൽ നാട്ടുകാരെ സേവിക്കാൻ വേണ്ടിയല്ല. അവിടെ എല്ലാ സ്റ്റാഫിനെ നിയമിക്കുമ്പോൾ കൈക്കൂലി മേടിക്കാൻ വേണ്ടിയാണ് ഇത്രയേറെ സംവിധാനം ഉണ്ടാക്കുന്നത്. ഈ സംവിധാനം എല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ സംസ്ഥാന സഹകരണ വകുപ്പ് പറയും, സ്റ്റാഫ് പാറ്റേൺ പുതുക്കണമെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാക്കണം. അപ്പോൾ അതിന് രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് സ്റ്റാഫ് പാറ്റേൺ പുതുക്കി കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കുമ്പോൾ കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടി വരും. അത്രയും ശമ്പളം കൊടുക്കാനുള്ള വരുമാനം ഒരു പഞ്ചായത്തിനകത്തോ അല്ലെങ്കിൽ പഞ്ചായത്തിലെ 2-4 വാർഡിനകത്തോ മാത്രം നിൽക്കുന്ന ഒരു സഹകരണ ബാങ്കിന് സാധ്യമല്ല എന്നുള്ളത് അകത്തിരിക്കുന്നവർക്ക് അറിയാം. അപ്പോൾ അവരതിന് പല കുറുക്കുവഴികളും തേടുന്നതാണ് ഈ കള്ളപ്പണ നിക്ഷേപം. പക്ഷെ ഈ കള്ളപ്പണ നിക്ഷേപം എടുത്തിട്ടാണ് ഇവര് ഈ പറഞ്ഞ ധൂർത്ത് കാണിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ 5 കാര്യങ്ങളും അവർ ചെയ്യുന്നത്. ഇതുകൂടാതെ ടൂർ പോകുന്നവരൊക്കെ ഉണ്ട്. ബോർഡ് മെമ്പേഴ്സ് ടൂർ പോകുന്നു, സ്റ്റാഫ് ടൂർ പോകുന്നു, 2 പേരും കൂടെ ഒന്നിച്ച് ടൂർ പോകുന്നു. ഇതിന് മുഴുവൻ ചെലവെഴുതുന്നത് ഇവിടുന്ന. ഈ നാട്ടുകാരെതിരാകാതിരിക്കാൻ വേണ്ടി വാർഷികം നടത്തുന്ന സമയത്ത് ഈ ബൈലോയിൽ ആവശ്യമുള്ള തിരുത്തലുകളൊക്കെ വരുത്തും. ഈ തിരുത്തലുകളൊക്കെ വരുത്തുന്ന സമയത്ത് ചർച്ച ഉണ്ടാകാതിരിക്കാൻ ബിരിയാണി വിതരണം ചെയ്യും. ബൈലോ അടുത്ത അജണ്ട ബൈലോ തിരുത്തൽ എന്ന് പറയുകയും ബിരിയാണി കൊടുക്കുകയും കൂടെ ഒന്നിച്ചാണ്. അപ്പൊ ഒരു 400-500 പേരുടെ കയ്യിലോട്ട് ഒരു 200-300 രൂപയുടെ ബിരിയാണി അങ്ങ് വെച്ചു കൊടുത്താൽ പിന്നെ ചർച്ച അവിടെ നടന്നോളും, തീരുമാനം എടുത്തോളും, ഇവര് ബിരിയാണിയും കഴിച്ചിട്ട് പൊക്കോളും.
ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൻപുറത്ത് നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ. അതായത് ഒരു വലിയ സാമ്പത്തിക ആറ്റം ബോംബിന്റെ മുകളിലാണ് കേരളം ഇരിക്കുന്നത്. ഈ സഹകരണ മേഖല 8 നിലയിൽ പൊട്ടാൻ പോവുകയാണ്. നിക്ഷേപരോട് എനിക്കുള്ളൊരു അഭ്യർത്ഥന, ആരെങ്കിലും പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പിൻവലിച്ച് നാഷണലൈസ്ഡ് ബാങ്കുകളിലോ അതല്ല എങ്കിൽ പോസ്റ്റ് ഓഫീസ് ബാങ്കുകളിലോ നിക്ഷേപിക്കുന്നതായിരിക്കും നല്ലത്. സ്വർണ്ണപ്പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിൻവലിച്ച് നാഷണലൈസ്ഡ് ബാങ്കുകളിലോ അതുപോലെ സുരക്ഷിതമായ, അതായത് അർബൻ സർവീസ് സഹകരണ ബാങ്ക്, അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ, RBIയുടെ നിർദ്ദേശപ്രകാരം നടക്കുന്ന അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളിലോ നിക്ഷേപിക്കുന്നതാണ്, സ്വർണ്ണപ്പണയം വെക്കുന്നതാണ് നല്ലത്. മുത്തൂറ്റ്, മണപ്പുറം പോലെയുള്ളവരെ വിശ്വസിക്കാനും പേടിക്കണം. കാരണം അവരുടെ കച്ചവടം പൊളിഞ്ഞിരിക്കുക. അവരുടെ ഷോറൂം മാത്രമേ ഉള്ളൂ, കച്ചവടം പൊളിഞ്ഞിരിക്കുക. എന്റെ കാരണം എന്താ? നാഷണലൈസ്ഡ് ബാങ്കുകളിൽ വളരെ കുറഞ്ഞ പലിശയിൽ ഇഷ്ടം പോലെ സ്വർണ്ണപ്പണയം ഇപ്പൊ കൊടുക്കുന്നതോടുകൂടി മുത്തൂറ്റ്, മണപ്പുറം പോലെയുള്ള വമ്പന്മാരും ചെറുകിടക്കാരും വെള്ളം കുടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവരെപ്പോഴാ പൊട്ടുന്നത് എന്നുള്ളതും സൂക്ഷിക്കണം. ഇത്രയും വലിയ ഒരു മുന്നറിയിപ്പ് ഞാൻ തരുന്നത് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എന്ന് സൂചിപ്പിക്കട്ടെ. തീർച്ചയായും. എന്തായാലും അങ്ങ് ചൂണ്ടിക്കാണിച്ചത് ഒരു വലിയ ഗുരുതരമായ പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളത്തെ കൊണ്ടുപോകും എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പാണ്. നമുക്ക് ഈ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ, ഒരു വല്ലാത്ത ഗുരുതരമായൊരവസ്ഥയിൽ റിസർവ് ബാങ്കിൻ്റെ ഫലപ്രദമായ ഇടപെടൽ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ? റിസർവ് ബാങ്ക് ഫലപ്രദമായി ഇടപെടുന്നുണ്ട്. റിസർവ് ബാങ്ക് സംസ്ഥാന ഗവൺമെന്റിനോട് പറയുന്നുണ്ട്, സഹകരണ വകുപ്പിനെ റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. അതായത് ഓഡിറ്റിംഗ് നടക്കണം. ഇപ്പൊ നമ്മുടെ സഹകരണ ബാങ്കിൽ എല്ലാ കൊല്ലവും ഓഡിറ്റിംഗ് ഉണ്ടെന്ന് കണ്ടാ തോന്നും, പക്ഷെ അത് തട്ടിപ്പാ. ഓഡിറ്റിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ സഹകരണ ബാങ്കിൽ ചെന്ന് ഇവിടെ ഓഡിറ്റിംഗ് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയുന്നുണ്ട്, ഇതല്ലേ ഓഡിറ്റർ അവിടെ ഇരുന്ന് ആ മുറിയിലിരുന്ന് ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കയറി നോക്കുമ്പോൾ ശരിയാണ്. പക്ഷെ ആരും ചോദിക്കാറില്ല, സാറേ എത്ര കൊല്ലം മുമ്പുള്ള ഓഡിറ്റിംഗാണ് നടക്കുന്നതെന്ന്. കുറഞ്ഞത് 5 കൊല്ലം മുമ്പുള്ള ഓഡിറ്റിംഗ് ആയിരിക്കും നടക്കുന്നത്. അപ്പൊ കഴിഞ്ഞ 4 കൊല്ലത്തെ ഓഡിറ്റിംഗോ അവർ പറയും സ്റ്റാഫ് ഇല്ല, ഞങ്ങൾക്ക് തിരക്ക് കൂടുതലാണ്, അതുകൊണ്ട് 5 കൊല്ലം മുമ്പ് വരെ ചെയ്തു തീർത്തിട്ടുള്ളൂ, കഴിഞ്ഞ 4 കൊല്ലത്തേത് ആർക്കും അറിയില്ല. ഇപ്പോ ഇതിനൊക്കെ പരിഹാരമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ RBIയുടെ കീഴിലേക്ക് കൊണ്ടുവരികയാണ്. RBI പറയുമ്പോൾ ഫെഡറൽ സംവിധാനത്തെ ചോദ്യം ചെയ്യുന്നു, സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നു, കർഷകനെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നു, കേന്ദ്ര നയങ്ങൾക്ക് എതിരെ സമരം എന്ന് പറഞ്ഞ് ഇവർ ചാടുക. ഈ പാവങ്ങൾ സമരത്തിന് പോവുക. പിന്നെ കയ്യിലെ കാശും മുടക്കി സ്വന്തം ബാങ്ക് പൊട്ടിക്കാനുള്ള സാഹചര്യം ഒരുക്കാനുള്ള സമരത്തിനും പോവുകയാണ് ഈ സഹകാരികളും രാഷ്ട്രീയക്കാരും. അതുകൊണ്ട് ഇടപെടാഞ്ഞിട്ടല്ല, RBIയോ കേന്ദ്ര ഗവൺമെന്റോ ഇടപെടാഞ്ഞിട്ടല്ല, പക്ഷെ കേരളത്തിനകത്ത് ഞങ്ങൾ കേറ്റില്ല, കേന്ദ്രത്തിന്റെ ഈ ഒരു അധികാരം ഇവിടെ പ്രയോഗിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള നിലപാടാണ് പ്രശ്നം. തീർച്ചയായിട്ടും. എന്തായാലും അങ്ങ് നൽകിയ മുന്നറിയിപ്പിന് വലിയ വിലയുണ്ട്. നമുക്കത് കേരളത്തിലെ ജനങ്ങളത് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മുടെ ഈ സാമ്പത്തിക രംഗം തകർന്നു പോകാതെ, സാമ്പത്തിക മേഖല നശിച്ചു പോകാതെ ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ കഴിയട്ടെ. അതിന് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ റിസർവ് ബാങ്കിനോട് ചേർന്നുകൊണ്ട് നയങ്ങൾ ആവിഷ്കരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.